മണ്ഡലത്തിൽ ടി.ഒ. മോഹനന്റെ കൺവെൻഷനിൽ എത്തിയിരിക്കുന്നു. കെ സുധാകരൻ അഭിജിത്താണ് ചേരുന്നത്. അഭിജിത്ത്, ഏറ്റവും വലിയ ആകാംക്ഷയും ഇത് തന്നെയായിരുന്നു, എവിടെയൊക്കെ കെ സുധാകരൻ പ്രചാരണത്തിന് എത്തുമെന്നത്. ഇപ്പോഴിതാ ടി.ഒ. മോഹൻ ഇന്നലെ വീട്ടിലെത്തി കണ്ടതിന് പിന്നാലെ ഇന്നിതാ കെ സുധാകരൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ തന്നെ എത്തിയിരിക്കുകയാണ്. തീർച്ചയായും വിനീത, അങ്ങനെ തന്നെയാണ്. ചോദ്യങ്ങൾക്കൊക്കെ വിരാമമായിരിക്കുന്നു. കണ്ണൂർ നിയോജക മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് കെ സുധാകരൻ എത്തിയിരിക്കുന്നു. ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രശ്നങ്ങളൊക്കെ നടന്ന്, വിവാദങ്ങളൊക്കെ നടന്ന് സീറ്റ് നിഷേധിക്കപ്പെട്ട് തിരികെ കണ്ണൂരിലേക്ക് മടങ്ങിയെത്തിയ സുധാകരൻ പ്രചാരണ പരിപാടികളിൽ സജീവമാകുമോ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ UDF സ്ഥാനാർത്ഥിയായ ടി.ഒ. മോഹനൻ അദ്ദേഹത്തെ നേരിട്ട് കാണുകയും പിന്തുണ തേടുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ താൻ പ്രചാരണത്തിലുണ്ടാകും എന്നുള്ള ഉറപ്പ് കെ സുധാകരൻ നൽകിയതുമാണ്. ആ ഉറപ്പ് കെ സുധാകരൻ പാലിക്കുന്നു. ഇന്നിതാ ഇപ്പോൾ ടി.ഒ. മോഹനന്റെ പ്രചാരണത്തിനായി അതിന്റെ തുടക്കം എന്ന നിലയിൽ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് തന്നെ അദ്ദേഹം എത്തിയിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിലുള്ള റോഡ് ഷോ ഉൾപ്പെടെയുള്ളതിൽ കെ സുധാകരൻ പങ്കെടുക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയം മുൻപ് അഴീക്കോട് മണ്ഡലത്തിലെ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്ത ശേഷമാണ് കെ സുധാകരൻ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. നിലവിൽ അദ്ദേഹം സംസാരിക്കാനായി പോകുന്നു. എന്താണ് കെ സുധാകരൻ ഈ പ്രസംഗത്തിൽ പറയുക എന്നുള്ളത് ആകാംക്ഷ ഉണ്ടാക്കുന്ന ചോദ്യമാണ് വിനീത. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം സംസാരിക്കും. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിവാദ കാര്യങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കുമോ എന്നുള്ളതാണ് ആകാംക്ഷ. നിലവിൽ ഇത് അദ്ദേഹം സംസാരിക്കാൻ പോകുന്നു. വിനീത. അധ്യക്ഷൻ ശ്രീ ഗോപിനാഥൻ, മുഖ്യ പ്രഭാഷണം അബ്ദുറഹിമാൻ കല്ലായി സാഹിബ്, അഡ്വക്കേറ്റ് ടി.ഒ. മോഹൻ, അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, അഡ്വക്കേറ്റ് പി. ഇന്ദിര, കെ.പി. താഹിർ, വി. പുരുഷോത്തമൻ, അഡ്വക്കേറ്റ് എം.പി. മുഹമ്മദ് അലി, സജി മറോളി, സോണി സെബാസ്റ്റ്യൻ, ഫാറൂഖ് വടവയിൽ, റിജിൽ മാക്കുറ്റി, മുസ്ലിം മഠത്തിൽ, CV ഗോപിനാഥ്, അമൃത രാമകൃഷ്ണൻ, ഷീജ മഠത്തിൽ, ജോൺസൺ തോമസ്, സമീർ, റഷീദ് കവായ്, സെക്രട്ടറി റസീന, വേദിയിലെ മറ്റു വിശിഷ്ടാതിഥികളെ, സഹോദരി സഹോദരന്മാരെ, ഒരു പോരാട്ടത്തിന് ഇറങ്ങുകയാണ് ഞാനും നിങ്ങൾ. ആ പോരാട്ടം കഴിഞ്ഞ കാല പോരാട്ടം പോലെയല്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ വേരുറപ്പിക്കാനുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമാണ് ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ്. ജനമനസ്സിൻ്റെ അകത്ത് സ്ഥായിയായ സ്ഥാനമുണ്ടാക്കി നാടിനെ ഉള്ളം കയ്യിലെടുത്ത് ഈ നാടിനെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി നമുക്കതിനെ മാറ്റേണ്ടതായിട്ടുണ്ട്. ആ മാറ്റത്തിന് ഞാനും നിങ്ങളും ഇത്തിരി വിയർപ്പൊഴുക്കണം. ആ വിയർപ്പൊഴുക്കാനുള്ള നല്ല മനസ്സ് നിങ്ങൾ കാണിച്ചാൽ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ശക്തമായ വേരോട്ടം കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുമെന്ന സത്യം എൻ്റെ പ്രിയപ്പെട്ടവർ ഓർക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇതൊരു കേവലം ഒരു പ്രസംഗമല്ല, ആത്മാർത്ഥമായി മനസ്സിൽ നിന്ന് വരുന്ന സ്നേഹമസൃണമായ അപേക്ഷയാണ് എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഇതൊരു സ്ഥായിയായ വിചാരമായി മാറ്റിയെടുത്ത് നാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനം നേടിയെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ പോരാട്ടത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കണം എന്ന് കൂടി നിങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ ഒരുപാട് നേതാക്കന്മാരുണ്ട്, സഹപ്രവർത്തകന്മാർ ഒരുപാടുണ്ട്. അതുകൊണ്ട് വലിയ പ്രസംഗത്തിന് നമുക്ക് നല്ല ഇതിൽ സൗകര്യമില്ല. എനിക്ക് ഇനിയും 4-5 പരിപാടിയിൽ പങ്കെടുക്കാനുണ്ട്. എല്ലാ സ്ഥലത്തു നിന്നും ഫോൺ കോൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിൽ നല്ല സന്തോഷത്തിലാണ് ഞാനുള്ളത്. ആ സന്തോഷം അനുഭവിച്ചുകൊണ്ടും ആ സന്തോഷത്തിൻ്റെ സുഖലോലുപമായ രാഷ്ട്രീയ സാഹചര്യം നുകർന്നുകൊണ്ടും ഞാൻ നിങ്ങളോട് താങ്ക്സ് പറയുന്നു, നിങ്ങളുടെ വിടയോദിക്കുന്നു. ഈ തീരുമാനം മനസ്സിൻ്റെ അകത്ത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി അപേക്ഷിക്കട്ടെ, ഈ രാഷ്ട്രീയ വിജയം നമ്മുടെ രാഷ്ട്രീയ വിജയത്തിൻ്റെ ഏറ്റവും വലിയ കൊടുമുടിയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു പോരാട്ടത്തിൻ്റെ തുടക്കമായി ഇതിനെ മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് മാത്രം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്കെല്ലാം നമസ്കാരം. ജയ് ഹിന്ദ്. എൻ്റെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഇവിടെയുണ്ട്. എടുത്തു, സ്ഥാനാർത്ഥി എടുത്തു. പ്രിയപ്പെട്ട ടി.ഒ. മോഹനാണ് നമ്മുടെ സ്ഥാനാർത്ഥി.
ഞാനത് മറന്നുപോയി. മറക്കേണ്ടതല്ല, സത്യത്തിൽ അതൊരു കർമ്മം മറന്ന പോലെയായിപ്പോയി. അതുകൊണ്ട് ഞാനത് ദുഃഖത്തോടെ ഞാൻ ക്ഷമ പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ടി.ഒ. മോഹൻ, നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്നും നിലനിൽക്കാൻ സാധിക്കുന്ന കരുത്തുള്ള ഒരു പൊതുപ്രവർത്തകൻ, നാടിൻ്റെ മാറ്റങ്ങൾക്ക് വേണ്ടി ശക്തമായി പോരാട്ടം നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിനെ നന്നാക്കാൻ നമുക്ക് ഉപകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അതിനുള്ള കഴിവും പ്രാപ്തിയും അദ്ദേഹത്തിന് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഓക്കെ, ശരി, ഓക്കെ. കേസിന്റെ പതിവ് ശൈലിയിലുള്ള ഒരു പ്രസംഗമല്ല നമ്മൾ അവിടെ കാണുന്നത്. ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം സംസാരിച്ച് അവസാനിപ്പിക്കുകയാണ്. ടി.ഒ. മോഹനു വേണ്ടി ഏതായാലും വോട്ട് ചോദിച്ചെത്തിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ എന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ തീരുമാനമെന്ന് പറയണം. കെ സുധാകരൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾക്ക് ഇറങ്ങിയില്ലെങ്കിൽ കെ സുധാകരൻ അനുകൂലികളുടെ വോട്ട് നഷ്ടമാകുമെന്ന പേടി അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥികൾക്കൊക്കെ തന്നെയുണ്ട്. ഏതായാലും കണ്ണൂർ സീറ്റിനെ ചൊല്ലി ഇടഞ്ഞു നിന്ന കെ സുധാകരനെ അനുനയിപ്പിച്ച് കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ എത്തിക്കാനായി എന്നതൊരു വലിയ വിജയമായി തന്നെ കണക്കാക്കണം. പക്ഷേ പ്രസംഗമല്ല, ആത്മാർത്ഥമായ തന്റെ വാക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ചുരുക്കം വാക്കുകളിൽ അദ്ദേഹം ആ പ്രസംഗം അവസാനിപ്പിച്ചിരിക്കുന്നു. ആത്മാർത്ഥമായ അപേക്ഷയാണ് ടി.ഒ. മോഹനെ വിജയിപ്പിക്കേണ്ടതെന്നാണ് കെ സുധാകരൻ പറയുന്നത്. മാറ്റത്തിനായി വിയർപ്പൊഴുക്കണം എന്നുകൂടി അവിടെയുള്ള പ്രവർത്തകരെ ഓർമ്മിപ്പിക്കുകയാണ് കെ സുധാകരൻ.